നാളെ തുടങ്ങാം, പിന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് എത്രയെത്ര കാര്യങ്ങളാണ് നാം മാറ്റിവെക്കാറുള്ളത്. ഇത് നമ്മുടെ ശീലങ്ങളുടെ പ്രശ്നമാണ്. സത്യത്തിൽ ജീവിതം മാറ്റാൻ വലിയ തീരുമാനങ്ങൾ വേണ്ട. ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങൾ മതി. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിന്റെ മലയാളം ഓഡിയോ അവതരണമാണ്. നല്ല ശീലങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും മോശം ശീലങ്ങൾ പതുക്കെ മാറ്റാനും ഈ ഓഡിയോ ബുക്ക് സഹായിക്കും. ജീവിതം മാറണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഓഡിയോ ബുക്ക് മുഴുവനായി കേൾക്കുക. നമുക്ക് തുടങ്ങാം. അറ്റോമിക് ഹാബിറ്റ്സ്. അധ്യായം 1. ചെറുമാറ്റങ്ങളുടെ മഹാശക്തി. ജീവിതത്തിൽ വലിയ വിജയം നേടാൻ പലരും വലിയ തീരുമാനങ്ങൾ, വലിയ ചുവടുകൾ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയ്ക്കായി ശ്രമിക്കാറുണ്ട്. എന്നാൽ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ചെറുതായി ആരംഭിച്ച് ദിവസേന ശക്തമാകുന്നതാണ്. അറ്റോമിക് എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത് അത്യന്തം ചെറുത്, രണ്ടാമത് അതിയായ ശക്തിയുള്ളത്. അതുപോലെ തന്നെയാണ് നല്ല ശീലങ്ങളും. ആദ്യം വളരെ ചെറുതായി തോന്നും, വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നാം. പക്ഷേ സമയം കടന്നു പോകുമ്പോൾ ഈ മാറ്റങ്ങൾ ശക്തിയാർജിച്ചു തുടങ്ങും. ഒരു വ്യക്തി ഓരോ ദിവസവും 1% മാത്രം മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ എന്താകും ഫലം? ആദ്യം വലിയ വ്യത്യാസമില്ലെന്ന് തോന്നും. പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ ആ ചെറിയ പുരോഗതി ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ശക്തിയാകും. ഇതിനെ കോമ്പൗണ്ടിംഗ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. ബാങ്കിൽ പലിശ പോലെ നമ്മൾ ദിവസേന ചെയ്യുന്ന ചെറിയ നന്മകൾ ഒരു നിശ്ചിത സമയമെത്തുമ്പോൾ വമ്പിച്ച ഫലങ്ങളായി മാറുന്നു. നമ്മളിപ്പോൾ എവിടെയാണെന്നതല്ല, പോകുന്ന ദിശ ഏതാണ് എന്നുള്ളതാണ് പ്രധാനം. ദിശ തെറ്റിയാൽ വേഗത കൊണ്ട് പ്രയോജനമില്ല. വളരെ വേഗത്തിൽ തെറ്റായ വഴിയിലൂടെ പോകുന്നതിനേക്കാൾ ശരിയായ വഴിയിലേക്ക് സാവധാനം നീങ്ങുന്നതാണ് നല്ലത്. മെച്ചപ്പെടാൻ ഒരു പ്രത്യേക ദിവസം തന്നെ ജീവിതം മാറ്റിമറിക്കണമെന്നില്ല. പലരും പല പ്രചോദനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും, പുതിയ കാര്യങ്ങൾ തുടങ്ങും. പക്ഷേ 2-3 ദിവസത്തിനകം തന്നെ ആ ആവേശം കെട്ടടങ്ങും. ഇതിനു പകരം ചെറുതും സ്ഥിരതയുള്ളതുമായ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കൂടുതൽ നല്ലത്. നമുക്ക് ലക്ഷ്യങ്ങൾ പോരാ, സിസ്റ്റങ്ങൾ നിർമ്മിക്കണം. അതായത് ചിട്ടയോടെയുള്ള പദ്ധതികളും സമ്പ്രദായങ്ങളും. ലക്ഷ്യം വിജയം നേടുക എന്നാകാം. പക്ഷേ സിസ്റ്റം എന്നത് ദിവസേന പഠിക്കുക, പരിശീലിക്കുക, വിലയിരുത്തുക എന്നിവയാണ്. ലക്ഷ്യം ഒരിക്കൽ കൈവരിച്ചാൽ അവസാനിക്കും, പക്ഷേ സിസ്റ്റം ജീവിതകാലം മുഴുവൻ തുടരുന്നു. കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ കുറേ കാലം കഴിയുമ്പോൾ വലിയ നാശത്തിലേക്ക് വഴിതെളിക്കും. ചെറിയ അലസത, ദിവസേന സമയം കളയൽ, ശ്രദ്ധക്കുറവ് ഇവയെല്ലാം കൂടിച്ചേർന്ന് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങൾ പോലെ ചീത്ത ശീലങ്ങളും ചെറിയ രീതിയിൽ ആരംഭിക്കുന്നവയാണ്. നമ്മുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ നമ്മുടെ ഭാവിയെ ദിവസേന രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി നാളെയുടെ വിജയത്തിൻ്റെ വിത്താണ്. അധ്യായം 2. ശീലങ്ങൾ നമ്മുടെ തിരിച്ചറിവ് രൂപപ്പെടുത്തുന്നു. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ജീവിതഫലത്തെ മാത്രമല്ല, നമ്മളെ തന്നെ മാറ്റുന്നു. മിക്ക ആളുകൾക്കും മാറ്റം വേണമെന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ലക്ഷ്യങ്ങളെയാണ് കാണുന്നത്. ഭാരം കുറയ്ക്കണം, കൂടുതൽ പണം സമ്പാദിക്കണം, ഒരു നല്ല ജോലി നേടണം എന്നിങ്ങനെ നമുക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ലക്ഷ്യങ്ങൾ മാത്രമല്ല ജീവിതം മാറ്റുന്നത്. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം ചിന്തയിൽ നിന്നാണ്, സ്വയം തിരിച്ചറിയുന്നതിലൂടെയാണ്. ഇതിനെ 3 തലങ്ങളായി വിശദീകരിക്കാം. അനന്തരഫലം അഥവാ ഔട്ട്കം. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും അത്. ഉദാഹരണത്തിന് ഭാരം കുറയ്ക്കുക. പ്രവർത്തന രീതി, പ്രോസസ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. ഉദാഹരണത്തിന് വ്യായാമം, ഡയറ്റ് എന്നിവ. സ്വയം തിരിച്ചറിവ്, വ്യക്തിത്വം അഥവാ ഐഡന്റിറ്റി. നമ്മൾ നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ ആരോഗ്യത്തിന് വില കൽപ്പിക്കുന്ന ഒരാളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3ാമത്തേതാണ്, തിരിച്ചറിവ്. കാരണം നമ്മൾ ആരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഒരാൾ മറ്റേയാൾക്ക് സിഗരറ്റ് വാഗ്ദാനം ചെയ്യുന്നു.
മറുപടി ഇപ്പോൾ വേണ്ട എന്നാണ്. അവൻ ഇപ്പോഴും തന്നെ പുകവലിയുള്ള ആളായി കാണുന്നു. മറ്റൊരാളുടെ മറുപടി, ഞാൻ പുകവലിക്കാരനല്ല. അവൻ സ്വയം തനിക്ക് പുകവലി ഇല്ലെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിവിൻ്റെ ശക്തി. നമ്മൾ ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആരാണെന്നും ആരാകണമെന്നും സ്വയം തീരുമാനിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ തിരിച്ചറിവിലേക്ക് ഒരു വോട്ടാണ്. ഇന്ന് നമ്മൾ എഴുതിയെങ്കിൽ ഞാൻ എഴുത്തുകാരനാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ ഒരു വോട്ട് നൽകി. ഇന്ന് നമ്മൾ വ്യായാമം ചെയ്താൽ ഞാൻ ആരോഗ്യമുള്ള ആളാണ് എന്ന തിരിച്ചറിവിലേക്ക് വോട്ട് നൽകി. ഒറ്റ ദിവസം കൊണ്ട് പുതിയ ആളായി മാറേണ്ടതില്ല. പക്ഷേ ദിവസേന ചെറിയ വോട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ കാലക്രമേണ നമ്മുടെ തിരിച്ചറിവ് തന്നെ രൂപാന്തരം പ്രാപിക്കും. മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്നത് ഇങ്ങനെയാണ്: ലക്ഷ്യം നേടിയാൽ ഞാൻ സന്തോഷിക്കും. എന്നാൽ പുതിയ ചിന്ത ഇങ്ങനെയാകും: ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ് ജീവിക്കും. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ ദിവസേന ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ ശീലങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവ നമ്മുടെ സ്വയം തിരിച്ചറിവിൻ്റെ ഭാഗമാകണം. അധ്യായം 3: ശീലങ്ങളുടെ കണ്ണികൾ, ഹാബിറ്റ് ലൂപ്പ്. നമ്മൾ ദിവസേന ചെയ്യുന്ന പല കാര്യങ്ങളും ബോധപൂർവമല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കം സ്വയം നിയന്ത്രിച്ച് നടത്തുന്നതാണ്. ഇതാണ് ശീലങ്ങൾ. ഓരോ ശീലത്തിനുമുള്ളിൽ 4 ഘട്ടങ്ങളുണ്ട്. 1. സൂചന. എന്തെങ്കിലും ഒരു ഉത്തേജനത്തിന് ഇത് കാരണമാകാം. ഉദാഹരണം, ഫോൺ നോട്ടിഫിക്കേഷൻ ശബ്ദം. രണ്ടാമത്തേത് ആഗ്രഹം, ആ പ്രവൃത്തി ചെയ്യാനുള്ള ആകർഷണം. ആ മെസ്സേജ് എന്തായിരിക്കും എന്ന ചിന്ത. പ്രതികരണം, നാം യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നു. 4. പ്രതിഫലം, ലഭിക്കുന്ന സന്തോഷം, ആശ്വാസം, സംതൃപ്തി തുടങ്ങിയവ. പുതിയ വിവരം മനസ്സിന് ഒരു ചെറിയ സന്തോഷം നൽകുന്നു. ഈ 4 കാര്യങ്ങളും കണ്ണികൾ പോലെ ബന്ധപ്പെട്ട് ഒരു ലൂപ്പായി പ്രവർത്തിക്കുന്നു. ഇതാണ് ഹാബിറ്റ് ലൂപ്പ്, ശീലചക്രം. ഈ ചക്രം ആവർത്തിച്ചു പ്രവർത്തിക്കുമ്പോൾ ആ പെരുമാറ്റം ശീലമായി മാറുന്നു. മനുഷ്യൻ ശീലങ്ങൾ പിന്തുടരുന്നത് ഫലത്തിനല്ല, അവർ അനുഭവിക്കുന്ന വികാരങ്ങൾക്കാണ്. അത് സന്തോഷമാകാം, ആശ്വാസമാകാം, മടുപ്പ് മാറ്റുന്നതാകാം. ഉദാഹരണത്തിന്, ആളുകൾ ഫോൺ നോക്കുന്നത് വലിയ സന്തോഷത്തിന് വേണ്ടിയല്ല, ബോറടി ഒഴിവാക്കാനാണ്. ഈ അധ്യായം നമ്മോട് പറയുന്നത്, ഒരു ശീലം മാറ്റണമെങ്കിൽ ആദ്യം അതിൻ്റെ സൂചന തിരിച്ചറിയണം, അത് നൽകുന്ന പ്രതിഫലം എന്തെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, നമ്മൾ സ്ഥിരമായി രാത്രി വൈകി സ്നാക്സ് കഴിക്കുന്നു എന്ന് കരുതുക. അതിൻ്റെ സൂചന രാത്രിയിൽ നമുക്ക് ഉറക്കമില്ലായ്മയുണ്ട്, ആ സമയത്ത് നമുക്ക് മടുപ്പുണ്ടാകുന്നു. ആഗ്രഹമോ, എന്തെങ്കിലും കഴിക്കണം എന്നൊരാഗ്രഹം ആ സമയത്ത് ഉടലെടുക്കുന്നു. പ്രതികരണമോ, നമ്മൾ പോയി സ്നാക്സ് എടുത്ത് കഴിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എന്താണ്? ആ സമയത്തേക്ക് കുറച്ച് സമാധാനവും രുചിയും സന്തോഷവും ലഭിക്കുന്നു. ഇത് മനസ്സിലായാൽ നമ്മൾക്ക് ശീലം മുഴുവനായും ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. അതേ സൂചന ഉപയോഗിച്ച് പുതിയ ആരോഗ്യശീലം നൽകാം. ഉദാഹരണത്തിൽ, രാത്രി നമുക്ക് ബോറടിക്കുന്നു. അപ്പോൾ ചെറുതായി നടക്കാം, ചൂടുവെള്ളം കുടിക്കാം, പുസ്തകങ്ങൾ വായിക്കാം. അപ്പോൾ പുതിയ പ്രതിഫലം സൃഷ്ടിക്കപ്പെടുന്നു. ഈ അധ്യായം ഏറ്റവും ശക്തമായി പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വഭാവമല്ല, മറിച്ച് സിസ്റ്റമാണ് പ്രശ്നമാകുന്നത്. നമുക്ക് മനഃശക്തി ഇല്ലെന്ന് നമ്മൾ കരുതും. പക്ഷേ യാഥാർത്ഥ്യം, നമ്മുടെ ചുറ്റുപാടും ജീവിതക്രമവും നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുന്നു. നമുക്ക് എന്ത് തെറ്റാണ് പറ്റുന്നത് എന്നതല്ല, എങ്ങനെ നമ്മുടെ ശീലചക്രം പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ശീലങ്ങൾ ഒരു സംവിധാനമാണ്. അതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് മോശവും ആവശ്യമില്ലാത്തതുമായ ശീലങ്ങൾ നിയന്ത്രിച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും. അധ്യായം 4: നല്ല ശീലങ്ങൾ വ്യക്തമായതാക്കുക. ഒരു ശീലം ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ സൂചന നമ്മുടെ കണ്ണിനു മുന്നിൽ ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മറക്കുന്നു എന്നതാണ് യഥാർത്ഥ കാരണം. ഉദാഹരണത്തിന്, കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പലരും തീരുമാനിക്കും. പക്ഷേ വെള്ളക്കുപ്പി കണ്ണിൽപ്പെടാത്തിടത്ത് വെച്ചാൽ നമ്മളത് മറക്കും. എന്നാൽ കുപ്പി മേശമേൽ വെച്ചാൽ വെള്ളം കുടിക്കൽ സ്വാഭാവികമായി നടക്കും. ഇവിടെ പ്രധാന ആശയം, നമ്മുടെ പരിസരമാണ് നമ്മുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത്. ശീലങ്ങൾ കാണാവുന്നവ അഥവാ ട്രാൻസ്പാരൻ്റ് ആക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. ഹാബിറ്റ് സ്റ്റാക്കിംഗ്, ശീലങ്ങൾ അടുക്കിച്ചേർക്കുക.
നമ്മൾ ചെയ്യുന്ന ഒരു ശീലത്തിനൊപ്പം പുതിയ ശീലം കൂടി ചേർക്കുക. ഞാൻ X എന്ന കാര്യം ചെയ്ത ശേഷം Y എന്ന കാര്യം ചെയ്യും. ഉദാഹരണത്തിന്, പല്ലു തേച്ച ശേഷം ഞാൻ ഒരു പേജ് വായിക്കും. ചായ കുടിച്ച ശേഷം 5 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ പുതിയ ശീലത്തിന് പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായി പഴയ ശീലത്തിനൊപ്പം ചേർന്നു പോകും. വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കുക. ഞാൻ ഇനി മുതൽ വ്യായാമം ചെയ്യും എന്നത് അവ്യക്തമായ ഒരു തീരുമാനമാണ്. പകരം ഇങ്ങനെ പറയാം: ഞാൻ രാവിലെ 6 മണിക്ക് എൻ്റെ മുറിയിൽ 10 മിനിറ്റ് വ്യായാമം ചെയ്യും. ഇതിൽ സമയവും സ്ഥലവും പ്രവൃത്തിയും, അതിനാൽ സ്ഥിരതയും വ്യക്തതയുമുണ്ട്. പരിസരം ശരിയായി ക്രമീകരിക്കുക. നമ്മൾ വായന തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പുസ്തകങ്ങൾ മേശമേൽ വയ്ക്കുക, മൊബൈൽ ദൂരെ വയ്ക്കുക. വ്യായാമം തുടരണമെങ്കിൽ ഷൂസും ട്രാക്ക് പാൻറ്റും കിടക്കയുടെ അരികിൽ വയ്ക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിന് സൂചനകൾ നൽകുന്നു. ഇത്തരത്തിലുള്ള വ്യക്തമാക്കൽ എന്തുകൊണ്ടാണ് ശക്തമാകുന്നത്? നമ്മുടെ മസ്തിഷ്കം എപ്പോഴും ഊർജം ലാഭിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ പോകുന്നത്. നമ്മൾ ഒരു നല്ല ശീലത്തിനായി നമ്മുടെ പരിസരം രൂപകൽപ്പന ചെയ്താൽ അത് കൃത്യമായി നടക്കും. മിക്ക ആളുകളും ചിന്തിക്കുന്നത്, എനിക്ക് ആത്മനിയന്ത്രണമില്ല, ഞാൻ മടിയനാണ്, എനിക്ക് ശക്തിയില്ല എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുകളുടെ കുഴപ്പങ്ങളാണ് പലപ്പോഴും സ്വന്തം പ്രശ്നമായി നമ്മൾ കാണുന്നത്. നമ്മൾ നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നത് നിർത്തി നമ്മുടെ ചുറ്റുപാടുകൾ മാറ്റാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. നല്ല മാറ്റങ്ങൾക്ക് ആവശ്യമായ സൂചനകൾ കൺമുന്നിൽ പ്രദർശിപ്പിക്കുക. മോശം ശീലങ്ങളുടെ സൂചനകൾ കണ്ണിൽ നിന്ന് മാറ്റുക. അപ്പോൾ സ്വാഭാവികമായി ജീവിതം മാറിത്തുടങ്ങും. അധ്യായം 5. നല്ല ശീലങ്ങളെ ആകർഷകമാക്കുക. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു ശീലം സ്ഥിരമായി തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന അനുഭവമാക്കണം. പലർക്കും വ്യായാമം, വായന, പഠനം തുടങ്ങിയ ശീലങ്ങൾ ബാധ്യത പോലെ തോന്നിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇവയെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ ശീലങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാക്കി മാറ്റിയാലോ? അപ്പോൾ മനസ്സ് തന്നെ നമ്മളെ അതിലേക്ക് എത്തിക്കും. അതൊരു ടെംപ്റ്റേഷൻ ബിൽഡിംഗ്, ആഗ്രഹമുണ്ടാക്കലാണ്. അതായത് ശീലവും ഇഷ്ടവും ചേർന്ന ഒന്നാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തോടൊപ്പം നമ്മൾ ചെയ്യാൻ മടിക്കുന്ന ഒരു ശീലം ചേർക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണങ്ങൾ: നടക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റ് കേൾക്കുക, പഠന സമയത്ത് സുഖകരമായ പശ്ചാത്തല സംഗീതം പ്ലേ ചെയ്യുക, വീട് വൃത്തിയാക്കുമ്പോൾ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കുക. ഇങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടുള്ള ശീലം സുഖകരമായ അനുഭവമായി മാറും. സമൂഹത്തിൻ്റെ ശക്തി, പവർ ഓഫ് സോഷ്യൽ എൻവയൺമെൻറ്റ്. മനുഷ്യൻ സമൂഹ ജീവികളാണ്. നമ്മൾ സ്വാഭാവികമായി നമ്മുടെ ചുറ്റുമുള്ളവരെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള ആളുകളുമായി സ്വയം ചെലവിടുന്നുവെങ്കിൽ ആരോഗ്യശീലങ്ങൾ സ്വാഭാവികമാകും. നമ്മൾ വായനാശീലമുള്ളവരോടൊപ്പം ഇരിക്കുന്നുവെങ്കിൽ വായന എളുപ്പമാകും. നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത്. ഡോപ്പമിൻ എന്ന മോട്ടിവേഷൻ ഹോർമോൺ. നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത് പ്രതിഫലം കിട്ടിയ ശേഷമല്ല, പകരം പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴാണ്. അതായത് പതിവായി ചെയ്യുന്ന ഒരു കാര്യം പ്രാവർത്തികമാക്കും മുമ്പേ തന്നെ സന്തോഷമുണ്ടാക്കുന്ന കെമിക്കൽ തലച്ചോറ് പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റ് ഫീൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങളെ എക്സൈറ്റിംഗ് ആയി തലച്ചോറിന് തോന്നിക്കുന്ന വിധം ഡിസൈൻ ചെയ്യണം. പ്രതികൂലമായ രീതികളിൽ നിന്നും അനുകൂലമായ രീതികളിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റാം. ശീലങ്ങളെ ഒരു ശിക്ഷയായി കാണരുത്. എനിക്ക് വ്യായാമം ചെയ്യണം എന്നതിനു പകരം എനിക്ക് എൻ്റെ ശരീരത്തെ ശക്തമാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വേണം ചിന്തിക്കാൻ. എനിക്ക് വായിക്കണം എന്നതിനു പകരം എനിക്ക് ഓരോ ദിവസവും 10 മിനിറ്റ് അറിവ് വർദ്ധിപ്പിക്കാൻ അവസരമുണ്ട് എന്ന് ചിന്തിക്കാം. വാചകത്തിൽ ചെറിയ മാറ്റം മാത്രമാണെന്ന് തോന്നാം, പക്ഷേ മസ്തിഷ്കം ഇതിനെ വ്യത്യസ്തമായി സ്വീകരിക്കുന്നു. നമുക്ക് അടുക്കും ചിട്ടയുമില്ല, അച്ചടക്കമില്ല എന്നൊക്കെ നമ്മൾ കരുതുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ ശീലങ്ങളെ മടുപ്പിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. നല്ല ശീലങ്ങളെ ആകർഷകമാക്കുക, ആസ്വാദ്യകരമാക്കുക, ആവർത്തിക്കാൻ എളുപ്പമുള്ളതാക്കുക. നല്ല ശീലങ്ങൾ മനസ്സിനും തലച്ചോറിനും ആവശ്യമുള്ള തരത്തിലും ആസ്വാദ്യകരമായും ചെയ്യുക. അപ്പോൾ സ്ഥിരത ഒരു പ്രശ്നമാകില്ല, പകരം ഒരു ആഗ്രഹമാകും എന്ന് സാരം. അധ്യായം 6.
നല്ല ശീലങ്ങളെ എളുപ്പമാക്കുക. മേക്ക് ഇറ്റ് ഈസി. ഈ അധ്യായം പറയുന്നത് ഒരു സത്യമാണ്. മനുഷ്യർക്ക് എപ്പോഴും ശരിയായ കാര്യം ചെയ്യുന്നതിനു പകരം എളുപ്പമുള്ള കാര്യം ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ പലപ്പോഴും കരുതും, എനിക്ക് കൂടുതൽ മനഃശക്തി വേണം. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം മനഃശക്തി ഇല്ലാത്തതല്ല, മനസ്സിനകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റുമുട്ടലാണ്. ഒരു ശീലം ബുദ്ധിമുട്ടുള്ളതായാൽ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് പിന്മാറും. ഒരു ശീലം എളുപ്പമുള്ളതായാൽ അത് സ്വാഭാവികമായി നടക്കും. 2 മിനിറ്റ് നിയമം, 2 മിനിറ്റ് റൂൾ. പുതിയ ശീലം തുടങ്ങുമ്പോൾ അതിനെ തുടക്കത്തിൽ വളരെ ചെറിയ രൂപത്തിലേക്ക് ചുരുക്കുക. ഉദാഹരണത്തിന്, ദിവസവും ഞാൻ 30 മിനിറ്റ് വായിക്കും എന്നതിന് പകരം ഞാൻ 2 മിനിറ്റ് മാത്രം വായിക്കും എന്ന് ആദ്യം ചിന്തിക്കുക. ഞാൻ ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യും എന്നതിനു പകരം ഞാൻ ദിവസവും 2 മിനിറ്റ് വ്യായാമം ചെയ്യും എന്ന് തീരുമാനിക്കുക. തീർച്ചയായും വായനയും വ്യായാമവുമെല്ലാം 2 മിനിറ്റിൽ നമ്മൾ നിർത്താൻ സാധ്യതയില്ല. 2 മിനിറ്റ് ലക്ഷ്യമിട്ട് 10 മിനിറ്റ് അക്കാര്യം ചെയ്യാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ആത്മവിശ്വാസം കൂടും. ക്രമേണ ആ സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും ചെയ്യാം. ഇതിൻ്റെ ലക്ഷ്യം പ്രവൃത്തി ചെയ്യുക എന്നതിലുപരി ഒരു പ്രവൃത്തി ചെയ്യാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ അത് ശീലമായാൽ പലപ്പോഴും നമ്മളത് തുടരും. മനസ്സിലെ വിരുദ്ധാഭിപ്രായങ്ങൾ കുറയ്ക്കുക. റെഡ്യൂസ് റെസിസ്റ്റൻസ്. നമ്മൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ശീലം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി എത്ര കടമ്പകൾ കടക്കണം എന്നതാണ് നമ്മുടെ ഉള്ളിലെ വിരുദ്ധാഭിപ്രായത്തിനും അതുവഴി സംഘർഷത്തിനും പ്രതിരോധത്തിനും കാരണമാകുന്നത്. നല്ല ശീലങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ളതാക്കുക, മോശം ശീലങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുക. ഉദാഹരണം, വായന എളുപ്പമാക്കാൻ പുസ്തകം മേശമേൽ വയ്ക്കുക, ബുക്ക് മാർക്ക് തയ്യാറാക്കുക. ഫോൺ ഉപയോഗം കുറയ്ക്കാനായി ഫോൺ മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെക്കുക. സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് വേറെ പാസ്വേഡുകൾ വയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. എൻവയൺമെൻറ്റ് ഡിസൈൻ. ചുറ്റുപാടുകൾ തയ്യാറാക്കുക. നമ്മുടെ ചുറ്റുപാടുകൾ സ്ഥിരമായി ഒരു പെരുമാറ്റ രീതി നിർണ്ണയിക്കുന്നു. നമ്മൾ ഉറങ്ങണോ അതോ പഠിക്കണോ എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മുടെ റൂമിൻ്റെ അവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യണോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യണോ എന്നത് പലപ്പോഴും നമ്മുടെ ഡെസ്കിൻ്റെ രീതിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തേക്കാൾ ശക്തമാണ് സ്വയം രൂപപ്പെടുത്തൽ എന്ന് പറയാം. നിർദ്ദേശവും ശരിയായ പ്രവർത്തനവും തമ്മിലുള്ള വൈരുദ്ധ്യം കുറയ്ക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. നമ്മൾ പദ്ധതിയിടുന്നതും ചിന്തിക്കുന്നതും അതിനൊരുങ്ങുന്നതും പ്രവൃത്തി പോലെയാണ് തോന്നുക. അവ തലച്ചോറിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ്, പക്ഷേ അവ ഫലത്തിലേക്ക് നയിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മുന്നേറുന്നു. ഒരു പേജ് വായിക്കുക, പുഷപ്പ് ചെയ്യുക, എഴുതി തുടങ്ങുക, പിന്നീട് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ആവർത്തനം തുടർന്നു പോകുക. കാട്ടിലൂടെ ഒരു തവണ നടന്നാൽ വഴി ഉണ്ടാകില്ല, പക്ഷേ ദിവസേന നടന്നാൽ ഒരു പാത രൂപപ്പെടും. അതുപോലെ തന്നെയാണ് ശീലങ്ങളും. നല്ല ശീലങ്ങൾക്ക് തടസ്സം കുറയ്ക്കുക, മോശം ശീലങ്ങൾക്ക് തടസ്സം കൂട്ടുക. ചെറിയ രീതിയിൽ തുടങ്ങുക, തുടർച്ചയായി ചെയ്യുക, എങ്കിൽ വിജയം ഉറപ്പ്. അധ്യായം 7. ശീലങ്ങളെ സന്തോഷകരമാക്കുക. മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്. ഒരു ശീലം അവസാനിപ്പിക്കാതെ തുടരണമെങ്കിൽ അത് ചെയ്തതിന് ശേഷം മനസ്സിൽ നല്ല ഒരു അനുഭവം ഉണ്ടായിരിക്കണം. മനുഷ്യ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് വളരെ ലളിതമായ ഒരു നിയമമനുസരിച്ചാണ്. പ്രതിഫലം ലഭിച്ച കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ നമ്മുടെ തലച്ചോറ് ആഗ്രഹിക്കും. പ്രയോജനം ലഭിക്കാത്ത കാര്യങ്ങൾ തലച്ചോറ് പെട്ടെന്ന് മറക്കും. അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങൾ തുടർച്ചയായി നിലനിർത്താൻ അവ ചെയ്തതിന് ശേഷം ഉടനെ ഒരു പ്രതിഫലം നൽകണം. ഉടൻ ലഭിക്കുന്ന പ്രതിഫലം, ഇമ്മീഡിയറ്റ് റിവാർഡ്. പലപ്പോഴും നല്ല ശീലങ്ങളുടെ ഫലം വളരെ വൈകിയാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, വ്യായാമത്തിൻ്റെ ഫലം ആഴ്ചകൾക്ക് ശേഷമായിരിക്കും ലഭിക്കുക. ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ ഫലം ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ലഭിക്കുക. പക്ഷേ ചീത്ത ശീലങ്ങളുടെ സന്തോഷം പലപ്പോഴും ഉടൻ ലഭിക്കാറുണ്ട്. ഈ സ്ഥിരതയില്ലായ്മയെ മറികടക്കാൻ നമ്മൾ തന്നെ ചെറിയ പ്രതിഫലങ്ങൾ ഉടനുടൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ശീലങ്ങൾ അല്ലെങ്കിൽ പതിവുകൾ ട്രാക്ക് ചെയ്യുക. ഇങ്ങനെ ശീലങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല ശീലവും കലണ്ടറിൽ അടയാളപ്പെടുത്തുക. ഒരു ബോക്സ് നിറം കൊടുക്കുക. ഇതിന് സഹായകമായ മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുക. ഇത് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാക്കി മാറ്റുന്നു. നമുക്ക് പുരോഗതിയുണ്ട് എന്ന ഒരു സന്തോഷം ഇവ നൽകും. നെവർ മിസ് ട്വൈസ്.
2 തവണ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന നിയമം. ജീവിതം എപ്പോഴും സ്ഥിരതയുള്ളതാകണമെന്നില്ല. ഒരു ദിവസം നമ്മൾ ശീലം പാലിക്കാതിരിക്കാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ 2 ദിവസം തുടർച്ചയായി ശീലം മുടക്കരുത്. ഒരു ദിവസം വ്യായാമം ഒഴിവാക്കിയാൽ അടുത്ത ദിവസം തീർച്ചയായും അത് ചെയ്യാൻ ശ്രമിക്കുക. പൂർണ്ണതയല്ല, തിരിച്ചുവരവാണ് പ്രധാനം. അക്കൗണ്ടബിലിറ്റി, മറ്റുള്ളവരോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം. നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്താലും അവ പാലിക്കണമെന്നില്ല. എന്നാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞാലോ? ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ വീട് വൃത്തിയാക്കും എന്ന് കൂടെ താമസിക്കുന്നയാളോട് നമ്മൾ പറയുന്നു. നമ്മൾ അത് ചെയ്യാതിരുന്നാൽ അയാൾ നമ്മളെ ചോദ്യം ചെയ്യുമോ എന്നൊരു പേടി നമുക്കുണ്ടാകും. പുറമേ നിന്നുള്ള ഈ സമ്മർദ്ദം നമ്മളെ ആ ജോലി ചെയ്യാൻ നിർബന്ധിതമാക്കും. എന്നാൽ ഈ സമ്മർദ്ദം നമ്മെ മോശമായി ബാധിക്കാതെയും നോക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ ശിക്ഷിക്കും എന്ന ചിന്താഗതിയല്ല, ഇത് ചെയ്താൽ ഞാൻ എന്നെ ആദരിക്കും എന്ന ചിന്തയാണ് വേണ്ടത്. ഗുണപരമായ സ്വയം ശക്തിപ്പെടുത്തലുകളാണ് പ്രധാനം. ഒരു നല്ല പ്രവൃത്തി ചെയ്താലുടൻ ചെറിയ സന്തോഷങ്ങൾ സ്വയം നൽകുക. അതിനെ തലച്ചോറ് ഇഷ്ടപ്പെടുന്ന അനുഭവമാക്കുക. അപ്പോൾ നമ്മുടെ ശീലങ്ങൾ സ്വാഭാവികമായി സ്ഥിരതയുള്ളതാകും. അധ്യായം 8. മോശം ശീലങ്ങളെ അദൃശ്യമാക്കുക. മേക്ക് ഇറ്റ് ഇൻവിസിബിൾ. നല്ല ശീലങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ചിലപ്പോൾ മോശം ശീലങ്ങൾ തടയുന്നത്. അവയുടെ സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്താൽ മാത്രം മതിയാകും. നമ്മളൊരു മോശം ശീലം ചെയ്യുന്നത് സ്വഭാവദൂഷ്യം കൊണ്ടല്ല. അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്നതാണ് കാരണം. ഉദാഹരണം, നമ്മുടെ മേശമേൽ ഫോൺ വച്ചിരിക്കുന്നു. ഇടയ്ക്കിടെ നമ്മൾ അറിയാതെ അത് തുറക്കും. ഇവിടെ പ്രശ്നം മനസ്സിൻ്റെയല്ല, കാഴ്ചയുടേതാണ്. സൂചനാ പ്രദർശന സിദ്ധാന്തം. ഒരു ശീലം ശക്തമാകുന്നത് അത് നമ്മൾ എത്ര അധികം കാണുന്നു, ഓർക്കുന്നു, അനുഭവിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ്. നമ്മൾ ദിവസവും ചിപ്സ് കാണുന്നു, ചോക്ലേറ്റ് കാണുന്നു, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് കാണുന്നു. നമ്മുടെ തലച്ചോറിന് ഇത് ഒരു സ്ഥിരമായ ക്രമം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ തന്നെ അത് അന്വേഷിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ആദ്യ നിയമം, ചില കാര്യങ്ങൾ കാഴ്ചയിൽ നിന്നും മാറ്റിയാൽ ആഗ്രഹം തന്നെ കുറയും. ജീവിതത്തിൽ ഇവ എങ്ങനെ പ്രയോഗിക്കാം? ഫോൺ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ ഫോൺ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മുറിയിൽ വെക്കരുത്. ചാർജർ വേറെ മുറിയിൽ വെക്കുക. പോഷകാംശം കുറഞ്ഞ ആഹാരം, ജങ്ക് ഫുഡ് ഒഴിവാക്കണമെങ്കിൽ അത് അടുക്കളയിൽ കാണുന്ന സ്ഥലത്തു നിന്നും മാറ്റിവെക്കുക. പോഷകമൂല്യമുള്ള ആഹാരം നമുക്ക് മുന്നിൽ വെക്കുക. നെറ്റ്ഫ്ലിക്സ് കാണുന്നത് കുറയ്ക്കണമെങ്കിൽ TV റിമോട്ട് മാറ്റിവെക്കുക, അല്ലെങ്കിൽ ആപ്പ് ലോഗൌട്ട് ചെയ്യുക. എൻവയോൺമെൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ മോട്ടിവേഷൻ. സാഹചര്യങ്ങളാണ് പ്രചോദനത്തേക്കാൾ ശക്തം. നമ്മുടെ പരിസരത്തിന് നമ്മുടെ മനസ്സിനേക്കാൾ ശക്തിയുണ്ട്. നമ്മൾ ഓരോ തവണയും സ്വയം നിയന്ത്രണം പുലർത്തണമെന്നില്ല. നമ്മൾ തന്നെ പരാജയപ്പെടേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. മോശം ശീലങ്ങളിലേക്കുള്ള വഴി നമ്മൾ തന്നെയാണ് അടച്ചത് എന്ന് തോന്നണം. റീസെറ്റ് യുവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ സാഹചര്യങ്ങൾ പുനഃക്രമീകരിക്കുക. അതേ റൂമിലിരുന്ന് അതേ ഫോണുമായി ഞാൻ ഡിസിപ്ലിൻ പഠിക്കും എന്ന് പലർക്കും തോന്നും. എന്നാൽ അത് വേണ്ട. നമ്മുടെ ചുറ്റുപാടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഡെസ്ക് പുനഃക്രമീകരിക്കുക, ബെഡ് സൈഡ് ടേബിൾ മാറ്റി ക്രമീകരിക്കുക, ഡിജിറ്റൽ സ്പേസ് ക്ലീൻ ചെയ്യുക, ഹോം സ്ക്രീനിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ആപ്പുകൾ കാഴ്ചയിൽ നിന്നും മാറ്റുക. പകരം സ്ക്രീനിൽ ബുക്സ്, നോട്ട്സ്, ഹാബിറ്റ് ട്രാക്കർ ആപ്പുകൾ തുടങ്ങിയവ വയ്ക്കുക. മോശം ശീലങ്ങൾ നശിക്കുന്നില്ല. അവയെ ഉണർത്തുന്ന സൂചനകൾ ഇല്ലാതാകുമ്പോൾ അവയെ നാം മറക്കുന്നു. മോശം ശീലങ്ങളുടെ സൂചനകൾ അകറ്റുക, ചുറ്റുപാട് പുനഃക്രമീകരിക്കുക. മനഃശക്തിയെയല്ല, പകരം കാഴ്ചയെ നിയന്ത്രിക്കുക. കണ്ണിൽ പെടാതിരിക്കുമ്പോൾ പല പ്രലോഭനങ്ങളും കുറയും. അങ്ങനെ ആഗ്രഹം കുറയും, ചീത്ത ശീലങ്ങൾ ഇല്ലാതാകും. അധ്യായം 9. മോശം ശീലങ്ങളെ അനാകർഷകമാക്കുക. മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. ഒരു ശീലം നമ്മൾ തുടർച്ചയായി ചെയ്യുന്നത് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് അതിനെ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ തലച്ചോറ് ചില മോശം ശീലങ്ങളെപ്പോലും ഫലമുള്ളതും തൃപ്തികരവുമായി കാണും. ഉദാഹരണത്തിന്, പുകവലി സമ്മർദ്ദം കുറയ്ക്കുന്നതായി തോന്നിക്കുന്നു. ജങ്ക് ഫുഡ് പെട്ടെന്നൊരു സന്തോഷം തരുന്നതും രുചിയെ തൃപ്തിപ്പെടുത്തുന്നതുമായി തോന്നിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവയെല്ലാം അല്പനേരത്തേക്ക് സന്തോഷം തരുന്നതും എന്നാൽ ദീർഘകാലത്തേക്ക് ദോഷകരവുമാണ്. ഈ അധ്യായത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ തലച്ചോറിനെ ഒന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
മോശം ശീലങ്ങളെ മടുപ്പുണ്ടാക്കുന്നതും അനാകർഷകവുമായി കാണാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കാം. ചിന്താഗതിയും കാഴ്ചപ്പാടും മാറ്റുക. എനിക്ക് സിഗരറ്റ് ഒഴിവാക്കണം എന്നാണ് മിക്ക ആളുകളും ചിന്തിക്കുന്നത്. അതിനു പകരം എനിക്ക് എൻ്റെ ശരീരത്തിന് വിഷം കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കാം. മോശം ശീലങ്ങളുടെ ദോഷങ്ങളെ കൃത്യമായി മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, ജങ്ക് ഫുഡ് കഴിക്കുന്നത് പൊണ്ണത്തടിക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഫോക്കസ് പോകാനും സമയം നഷ്ടപ്പെടുത്താനും കാരണമാകുന്നു. ഇത് അശുഭചിന്തയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ്. ദുശ്ശീലങ്ങളിലെ താത്കാലിക സന്തോഷം കാണുന്നതിന് പകരം അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ കാണാൻ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക. സാധാരണയായി നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ടാകുന്നു എന്ന് തോന്നിയാൽ അതിൻ്റെ ദോഷവും ബുദ്ധിമുട്ടും നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം കൂടുകയേ ഉള്ളൂ. കൾച്ചറൽ കണ്ടീഷനിങ്, സാമൂഹികമായ പരുവപ്പെടുത്തൽ. നമ്മുടെ പല ശീലങ്ങളും നമ്മൾ സ്വയം തിരഞ്ഞെടുത്തതല്ല. സമൂഹം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആഘോഷത്തിന് മദ്യം വിളമ്പണമെന്നതും പുകവലി പ്രായപൂർത്തിയായവരെ സംബന്ധിച്ച് അഭിമാനമാണെന്നും അമിതാധ്വാനം വിജയത്തിന് കാരണമാകുന്നു എന്നൊക്കെയാണ് സമൂഹം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കാര്യങ്ങൾ കൃത്യമായും യുക്തിസഹമായും ചിന്തിക്കുന്ന ആളുകൾ ഇവയെല്ലാം ചോദ്യം ചെയ്യുന്നു. ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു എന്നതിന് പകരം ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നു എന്ന രീതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നല്ലത്. നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയല്ല, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ്. ഇതാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വഴി. ഇതിനായി പ്രായോഗിക പരിശീലനങ്ങൾ ചെയ്തു നോക്കാം. നമ്മുടെ ഒരു മോശം ശീലം, അതുകൊണ്ടുണ്ടാകുന്ന താൽക്കാലിക സന്തോഷം, അത് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഹാനികരമാണ് എന്നുള്ള കാര്യം, ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക. പിന്നീട് നമുക്ക് അതനുസരിച്ച് മനസ്സിനെയും തലച്ചോറിനെയും മാറ്റിയെടുക്കാം. മോശം ശീലങ്ങളെ ആകർഷണീയമാക്കുന്നത് നിർത്തുക, അവയുടെ ദോഷഫലങ്ങൾ മനസ്സിൽ പതിപ്പിക്കുക. അപ്പോൾ നമ്മുടെ തലച്ചോറ് തന്നെ അവയെ തള്ളിക്കളയാൻ തുടങ്ങും. അധ്യായം 10. മോശം ശീലങ്ങളെ ബുദ്ധിമുട്ടാക്കുക. മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നടക്കുന്നത്. അവയെ ബുദ്ധിമുട്ടാക്കുമ്പോൾ അതേ ശീലങ്ങൾ സ്വാഭാവികമായി കുറയുന്നു. ഇതിനായി നമുക്ക് അസാമാന്യ മനഃശക്തി വേണമെന്ന് പലർക്കും തോന്നും. എന്നാൽ അവയെ പ്രയാസമുള്ളതാക്കിയാൽ മതി. ഒരു ശീലം ചെയ്യാൻ ഒരു സ്റ്റെപ്പ് മതിയെങ്കിൽ ആ പ്രവൃത്തി നടക്കാൻ എളുപ്പമാണ്. എന്നാൽ 5 സ്റ്റെപ്പ് വേണമെങ്കിലോ കുറച്ചുകൂടി പ്രയാസമായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് മടിക്കും. അതിനാൽ നല്ല ശീലങ്ങൾ എളുപ്പമുള്ളതാക്കുക, ദുശ്ശീലങ്ങൾ പ്രയാസകരമാക്കുക. ഇവയെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കാം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാൻ ഓരോ തവണയും ആപ്പുകൾ ലോഗൌട്ട് ചെയ്യുക. പാസ്വേഡുകൾ ബുദ്ധിമുട്ടുള്ളതാക്കുക. എപ്പോഴും നോക്കാനിടയുള്ള ആപ്പുകൾ ഹോം സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ സ്നാക്സ് വീട്ടിൽ വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. നമ്മൾ വളരെ വിശന്നിരിക്കുമ്പോൾ കബോർഡ് തുറക്കാൻ പോലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മനസ്സ് അവ ഒഴിവാക്കാം എന്ന് കരുതുന്നു. ഉത്തരവാദിത്തത്തോടെയുള്ള പരിഹാരങ്ങളാണിത്. ഭാവിയിലെ നമ്മളെ ഇപ്പോഴേ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. പഠിക്കാതെ സോഷ്യൽ മീഡിയ തുറന്നാൽ തനിയെ ബ്ലോക്ക് ആകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ATM കാർഡ് വീട്ടിൽ വെച്ച് ചെലവ് നിയന്ത്രിക്കുക. ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് ആദ്യമേ പൈസ അടയ്ക്കുക. ഇതുവഴി ഭാവിയിൽ നമ്മൾ എടുത്തേക്കാവുന്ന തെറ്റായ തീരുമാനങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. നല്ല ശീലങ്ങൾ സ്വയം ഉണ്ടാക്കുക. നമുക്ക് എല്ലാം ഓർത്തു ചെയ്യാൻ കഴിയില്ല, പക്ഷേ പദ്ധതികൾ സ്വയം ഉണ്ടാക്കാം. ഉദാഹരണങ്ങൾ: സേവിങ്സിനെ ഓട്ടോ ഡെബിറ്റായി സെറ്റ് ചെയ്യുക. ഡെയിലി റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഭാവി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. നമ്മൾ ഇന്ന് അലസരാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. നമ്മൾ ഇന്നിനെ ശരിയായ രീതിയിൽ രൂപകൽപ്പന ചെയ്താൽ നാളെ നമുക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ എളുപ്പമാകും. നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുകയല്ല, കൃത്യമായി രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനാൽ ദുശ്ശീലങ്ങളിലേക്കുള്ള വഴി ബുദ്ധിമുട്ടാക്കുക. അത്തരം പ്രവൃത്തികളിൽ കൂടുതൽ സ്റ്റെപ്പുകൾ കൂട്ടിച്ചേർക്കുക. നമ്മുടെ പ്രവൃത്തികൾ കൃത്യമായി രൂപപ്പെടുത്തുക. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിലൂടെ കേൾക്കാം.